ഇത് ഡോജി സൗണ്ടിൻ്റെ ഒരു പാസീവ് ക്രോസ് ഓവറാണ്. നിങ്ങൾ ഈ സാധനം കണ്ടോ, ഇതൊരു ക്രോസ് ഓവറാണ്. അതായത് സബ് ഊഫറിന് വരുന്ന പാസീവ് ക്രോസ് ഓവറാണ്. അപ്പോൾ ഇത് വെച്ചാൽ സബ് ഊഫറിൻ്റെ എഫക്റ്റ്, അതായത് ലോ ഫ്രീക്വൻസി മാത്രം കടന്നു വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊരു സൗകര്യമായിരുന്നു അല്ലേ? അങ്ങനെയാണോ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കുറഞ്ഞ വീഡിയോസേ ഉള്ളൂ യൂട്യൂബിലും മറ്റിടത്തൊക്കെ. അപ്പോൾ ഞാനിത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. നമുക്കിത് സബ് ഊഫറിൽ സാധാരണ ക്രോസ് ഓവർ വെച്ച് ഔട്ട്പുട്ട് എടുത്ത് നേരെ സബ് ഊഫറിൽ കൊടുക്കുമ്പോൾ സബ് ഊഫറിനകത്ത് ഇത് എക്സ്ട്രാ പാസീവ് ഫിൽറ്ററായിട്ട് ഇത് കൊടുക്കാം. അവിടെ അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഡയറക്റ്റ് കൊടുത്താൽ നേരിട്ട് ലോ ഫ്രീക്വൻസി മാത്രമാക്കി സ്പ്ലിറ്റ് ചെയ്ത് വരും എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യുന്ന നല്ലതല്ലേ. അപ്പോൾ ഞാനിത് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാവരും ഇതിനെപ്പറ്റി ചോദിക്കണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്തിട്ടുള്ള വീഡിയോ കൂടി ഉണ്ടാകും. കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ നമ്മളെ ഒരു JBL സബ് ഊഫർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊടുത്തു നോക്കാം. ആദ്യം ഇനി അഥവാ വർക്കിംഗ് ആണെങ്കിലോ അല്ലേ, അഥവാ വർക്കിംഗ് ആണെങ്കിലോ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം ആദ്യം. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ടെർമിനൽ, ഇവിടെ ഒരു ഗ്രീൻ കണക്ഷൻ കണക്ടർ കാണുന്നതാണ് ഇൻപുട്ട്. അതായത് ഇതിൻ്റെ നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറിലേക്ക് സബ് ഊഫറിലേക്ക് വരുന്ന ഭാഗം, അല്ലെ സ്പീക്കറിലേക്ക് പോകുന്ന ഭാഗം നമ്മൾ ഈ ടെർമിനൽ ഇവിടെ കൊടുക്കണം, ആ സ്പീക്കർ കണക്ഷൻ. അതിൻ്റെ ബാക്കിൽ നമുക്കിവിടെ കുറച്ച് സോൾഡറിങ് പോയിൻറ്റ്സ് കാണാം. അപ്പോൾ ഈ ഭാഗത്ത് പ്ലസ് ആൻഡ് മൈനസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 സബ് ഊഫർ അല്ലെങ്കിൽ ഒരു സബ് ഊഫർ ഏതായാലും ശരി ആ രീതിയിൽ കൊടുക്കാം. 2 സബ് ഊഫർ കൊടുക്കുമ്പോൾ അവിടെ പാരലലാവും. ഒരു സബ് ഊഫർ കൊടുക്കുമ്പോൾ എത്ര ഓംസ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഉണ്ടാവും. സബ് ഊഫറിലേക്ക് പോകുന്ന കോയിൽ, അത് ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് നോൺ പോളർ ഇതിന് ഈ കോയിലിന് പാരലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് വെച്ചത് ഒരു 3 dB 0 dB എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അതിലാണ് നമുക്ക് ഇതിൻ്റെ ആ സ്വിച്ചിങ് കിടക്കുന്നത്, അതായത് ഫിൽറ്ററിങ് കിടക്കുന്നത് എന്നാണ് ഇത് വാങ്ങുമ്പോൾ വെബ്സൈറ്റിലും മറ്റ് eBayയുടെയൊക്കെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പറയുന്നത്. 3 dBയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു വ്യത്യസ്തത കാണിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. വിലയൊക്കെ വളരെ തുച്ഛമാണ്, 600-700 റുപ്യ റേഞ്ചുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാനിപ്പോൾ ആദ്യം ഇവിടെ ഒരു വയർ കണക്ട് ചെയ്തിട്ട് ഇത് സ്പീക്കറിലേക്ക് സബ് ഊഫറിലേക്ക് കൊടുക്കാനുള്ള വയർ ഞാനിപ്പോൾ ഇവിടുന്ന് കണക്ട് ചെയ്യുക. ഈ ഔട്ട്പുട്ടിൽ നിന്ന് കണക്ട് ചെയ്യും. ഇതിലേക്ക് നമ്മൾ ഇവിടുന്ന് ആംപ്ലിഫയറിൽ നിന്നുള്ള കണക്ഷനും കൊടുക്കും. അപ്പം നമ്മൾ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുത്തു. ഇനി ഇതിലേക്കുള്ള കണക്ഷൻ, അപ്പോൾ ഇതൊന്ന് മറിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പ്ലേ ചെയ്യുന്നത് ഇതിലൊന്ന് കൊടുത്ത് കാണിച്ചു തരാം. ഇതെന്താ അപ്പം മ്യൂസിക് വരുന്നതെന്ന് നേരിട്ടായിട്ട് കൊടുത്താൽ മതിയല്ലോ. ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ ഞാൻ എണീച്ചായിട്ട് പോകണം. അപ്പോൾ ആ ഒരു മടി കൊണ്ട് ചെയ്യുന്നതാണിത്. നെഗറ്റീവ് നല്ല വരവ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ കൊടുത്താൽ അറിയാം എങ്ങനെയുണ്ടെന്ന്. പൊളിക്കും ചിലപ്പം, നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പോയിന്റിൽ അത് സ്ക്രൂ ചെയ്യാൻ പോകണം, ഈ പോയിന്റിൽ. എന്നിട്ട് നമുക്ക് ക്ലോസ് അപ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രീൻ വയർ നെഗറ്റീവ്, അത് മാറിപ്പോവാതെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സ്വിച്ച് 0-ലാണുള്ളത്. ഞാനിവിടെ പ്ലേ ആക്കട്ടെ. ആ സ്വിച്ച് ഒന്ന് നീക്കി നോക്കണം. അതിന് മുമ്പ് ജർക്കിങ് കാരണം ടേബിളൊക്കെ അനങ്ങണം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്താണ്. അപ്പോൾ അതിന് ഈ ഫോം മടക്കി വെച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടാകും. സോഫ്റ്റ്. ഇനി ഒന്നുകൂടെ നോട്ടെ. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഇത് പ്ലേ ചെയ്യുമ്പോൾ ഒന്ന് 3 dBയിലേക്ക് ഇട്ട് നോക്കാം. ചിലപ്പോൾ വ്യത്യാസം വരും. ഒരു വ്യത്യാസമില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പ്ലസ് നേരിട്ട് കൊടുത്തോട്ടെ.
ചെറിയ തോതിൽ ഒന്ന് റിഡ്യൂസ് ആവുന്നുണ്ട് ആ ഹൈ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി ഒക്കെ. അല്ലാതെ ആ സബ് വൂഫറിൻ്റെ ഫിൽറ്റർ കൊടുക്കുമ്പോൾ ആ കട്ടാവുന്ന പോലെ ഒന്നും കട്ടാവുന്നില്ല. അതൊക്കെ വെറും ഡയലോഗ് മാത്രമാണ്. പക്ഷേ പാസീവ് അതായത് സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഡീറ്റെയിലിങ്ങിൽ വ്യത്യാസം വരാം. അത് ഞാനിവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിപ്പോൾ ഒന്നും കൂടി ഞാൻ 0ലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഞാൻ ഒന്നുകൂടെ പ്ലേ ആകട്ടെ. ഒരു ചെറിയ വ്യത്യാസം, വളരെ ചെറിയൊരു വ്യത്യാസം. ഇനി കുറച്ച് വോളിയം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി മനസ്സിലാവുകയും ഒന്ന് വോളിയം കുറച്ച് നോക്കാം. ഇപ്പോൾ ഇനി പ്ലേ ആക്കാം. ഇപ്പോൾ നല്ല സുഖമുണ്ടല്ലോ അല്ലേ? ചെറിയൊരു ഇപ്പോൾ മ്യൂസിക് കേൾക്കാം, കീബോർഡ് കേൾക്കാം, ട്രബിൾ കേൾക്കാം, എല്ലാം അതിൻ്റെ കൂടെ കേൾക്കുന്നുണ്ട്. നോക്കിയാൽ ഇപ്പോൾ ഞാൻ നേരെ അപ്പോൾ ആ രീതിയിൽ കട്ടാവും. അതൊക്കെ അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഈ ഓപ്പണിൽ വെച്ചിട്ട് കിട്ടുന്നതും സബ് വൂഫർ ബോക്സിൽ വെച്ചിട്ട് കിട്ടുന്നതിൻ്റെയും വ്യത്യാസം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ സബ് വൂഫറിൻ്റെ കണക്ഷൻ നേരിട്ട് ആദ്യം കൊടുത്ത് ചെക്ക് ചെയ്യാം. നേരിട്ട് മീൻസ് ഗ്രൗണ്ടും ഇതും നേരിട്ട് വരുന്ന ടെർമിനലിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒന്ന് നോക്കിക്കോളൂ. ഡയറക്റ്റ് അത് നേരിട്ടാണ്. ഇനി നമ്മൾ ക്രോസ് ഓവറിൻ്റെ ഔട്ട്പുട്ട് ലൈനിലേക്ക് കൊടുക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് എന്ന് നോക്കാം. 0 ലൈറ്റപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടില്ല. കുറച്ച് മ്യൂസിക് കയറി. സ്റ്റോപ്പ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആംപ്ലിഫയർ ഉണ്ട്. ആ ആംപ്ലിഫയർ നിലവിൽ വർക്കിംഗ് ആയ ആംപ്ലിഫയർ ആണ്. ലെഫ്റ്റ് ഓർ റൈറ്റ് സ്റ്റീരിയോ ആയിട്ടോ മറ്റോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് എന്ന് വിചാരിക്കുക. അത് ഇങ്ങനൊരു സാധനം കൊടുത്തിട്ട് അതിൻ്റെ ആ ഹൈ ഒരു വിധം ചെറിയ തോതിൽ കട്ട് ചെയ്തിട്ട് ഒരു സബ് വൂഫറിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടാം. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു സബ് വൂഫർ ഫ്രീക്വൻസി ക്രോസ് ഓവർ ഫിൽറ്റർ ബോർഡ്, ആക്റ്റീവ് ബോർഡ് ഈ ആംപ്ലിഫയറിനകത്ത് വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഇങ്ങനെ പാസീവായിട്ട് വരുന്ന ഇതിന് കിട്ടുന്നില്ല. ഇനി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വേറെ ബോർഡുകൾ ഒരുപാട് ഉണ്ടാവാം. ഞാൻ പല അഭിപ്രായം കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ബോർഡുകളെ പറ്റി. പക്ഷേ അതൊന്നും നമുക്ക് അത്ര എന്തായാലും ആ ആക്റ്റീവ്ലി ക്രോസ് ഫ്രീക്വൻസി കട്ട് ചെയ്യുന്ന പോലെ കട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചൊക്കെ ഒരു 100 വാട്ട്സ് 200 വാട്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം അത്. അപ്പോൾ അതിന് പറ്റിയ 2 സ്പീക്കർ ബോക്സും ഉണ്ട്, ഒരു സ്റ്റീരിയോ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബേസ് വ്യത്യസ്തമായിട്ട് ഒന്ന് വേർപെടുത്തി ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് കേൾക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ അതിനകത്തുള്ള ഒരുവിധം നല്ല രീതിയിൽ ആ ട്രബിൾ കട്ടാവുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. ട്രബിൾ നല്ല രീതിയിൽ കട്ടാവുന്നുണ്ട്. മിഡ് വോയിസ് അത്യാവശ്യം സാധാരണ പോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ മിഡ് വോയിസിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഹൈ നന്നാക്കി കട്ടാവുന്നുണ്ട്. എന്നുള്ള ട്രബിൾ അതൊന്നും വരുന്നില്ല. അതൊക്കെ ഇത് കൂടെ 3 dBയിലേക്ക് ഇടുമ്പോൾ കുറയുന്നുണ്ട്, 0 dBന്ന് കുറയുന്നുണ്ട്. നേരിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അതൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ കോയിലിൽ കൂടെ വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ക്രോസ് ഓവർ ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാനുള്ള ആളുകളും ഇല്ല, അങ്ങനത്തെ സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണ്. പെട്ടെന്ന് ഇത് വാങ്ങിയിട്ട് ഇവിടെ ഒരു സ്ക്രൂ ചെയ്ത് ഇവിടെ എങ്ങനെയും അതേ രീതി ഇവിടെയും കൂടി ഈ ടെർമിനൽ വേണമായിരുന്നു. എന്നാലേ അത് മാനുവലി ഏതൊരാൾക്കും ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിപ്പോൾ ഇവിടെ സോൾഡർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സബിൻ്റെ എഫക്റ്റ് പോലെ തോന്നിക്കാം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബോർഡാണ്. അങ്ങനത്തെ ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ വാങ്ങാം.
അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.